നമ്മൾ അന്നേ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന് ശരിക്കും മുസ്ലിങ്ങൾക്കെതിരെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് മോശമായിട്ട് പ്രസംഗിക്കുക, മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കെതിരെ മോശമായിട്ട് സംസാരിക്കുക. അപ്പോൾ അന്നേ മുഖ്യമന്ത്രി ഇയാളെ എന്ത് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിരുന്നു അല്ലേ? കാരണം ഇയാളുടെ 30ാമത്തെ വർഷം തികയുന്ന ദിവസം മുഖ്യമന്ത്രി അവിടെ പോയി പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടും പറഞ്ഞു മുഖ്യമന്ത്രി ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സംഭവം തന്നെ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയും ഇയാൾ ഇതേ രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ അന്നൊരു കേസ് എടുക്കായിരുന്നെങ്കിൽ, മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ളൊരു വിദ്വേഷ പ്രസംഗം നടത്തി ഈ വിഷം തുപ്പിയതിൻ്റെ പേരിൽ സർക്കാർ അന്നൊരു കേസ് എടുക്കായിരുന്നെങ്കിൽ ഇന്ന് ഇയാൾക്കിത് പറയാൻ പറ്റില്ലായിരുന്നു. നമ്മൾ കൃത്യമായ രീതിയിൽ വിഷയങ്ങളിൽ ഇടപെടണം. സർക്കാരിനോടാണ് ശരിക്കും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച, അയാൾ ഏത് സമുദായ നേതാവാവട്ടെ, എവിടുത്തെ ആളാവട്ടെ, ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ഭയമില്ല, പേടിയില്ല. കാരണം സർക്കാർ ഇതിന് ആക്ഷൻ എടുക്കുന്നില്ല. അയാൾ ഇത് തുടർച്ചയായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ട്, ഇയാൾ പറയുന്നത് RSSന് വേണ്ടിയിട്ടാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഒരു സമുദായത്തിൻ്റെ നേതാവായിരുന്നുകൊണ്ട് ആ സമുദായത്തിനെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന RSSന് വേണ്ടിയായിട്ട് ഇയാൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പണം കിട്ടിയിട്ടോ എന്താണ്, അത് പണം നിൽക്കട്ടെ, നമ്മുടെ കാര്യമല്ല. അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കുറേ മുമ്പ് PC ജോർജ് ആയിരുന്നു, അയാൾ ഒതുക്കി, ആളുകൾ അയാൾ ഒതുക്കി, ജനം ഒതുക്കിയതാണ്, ജനം. ഇപ്പോൾ അയാളെ ചിത്രത്തിൽ പോലും കാണാറില്ല. എന്താണെന്നറിയില്ല, വയ്യാതാണോ ചിത്രത്തിൽ കാണില്ല. അയാളുടെ മോനെടുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ അയാൾ വിദ്വേഷമായിട്ടൊന്നും മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ അയാളുടെ വിദ്വേഷം വീട്ടിനകത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ. പക്ഷേ നേരെ മറിച്ച് ഈ വെള്ളാപ്പള്ളി അങ്ങനെയല്ല. വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവാണ്. അയാൾ സംസാരിക്കേണ്ട ഒരു രീതി ഉണ്ട്, അയാൾ സംസാരിക്കേണ്ട ഒരു സ്റ്റൈലുണ്ട്. ശരിക്കും എല്ലാവരെയും കണക്ട് ചെയ്തിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾ സംസാരിക്കേണ്ട ഒരാളാണ്. അയാളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അതിനെ കോട്ട് ചെയ്യണത് BS മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 2057 47 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലപ്പുറം ജില്ലയിലെ BS എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. BS ഒരു മതവെറിയനോ ഒരു മുസ്ലിം വിരോധിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. BS ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് എത്രത്തോളം അങ്ങനെ ഭീകരമായ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. BSനെ കോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ RSSരൊക്കെ പറയുന്നത്. അന്ന് BS അങ്ങനെ പറഞ്ഞില്ല, BS ഇങ്ങനെ പറഞ്ഞില്ല. BS ഒരു മുസ്ലിം വിരോധിയല്ല. പലപ്പോഴും അയാളുടെ ഒരു ജീവിതകാലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാൾ ഒരു മുസ്ലിം വിരോധിയല്ല. പക്ഷേ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരത് അറിയാലോ നമുക്ക്, അവർക്ക് മതമില്ലാത്ത ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളെയും വിമർശിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇന്ന ജില്ലക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ളതില്ല. ഇപ്പോൾ കോപ്പിയടി വിഷയമാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ സമയത്ത് പറയാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞതാണ്. പക്ഷേ അത് മുസ്ലിം വിരോധി അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ കോട്ട് ചെയ്തിട്ടാണ് ഈ RSSകാരൊക്കെ ചാനൽ ചർച്ച വന്നിട്ട് വലിയ വർത്തമാനം പറയുന്നത്. ഈ BS ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരല്ലേ, അപ്പോൾ അതിന് ശരിക്കും ഓപ്പോസ് ചെയ്യേണ്ടത് ആരാണ്, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യേണ്ടത് ആരാണ്? CPMമാരാണ്, മുഖ്യമന്ത്രിയാണ്, CPMന്റെ വക്താക്കളാണ് ചാനൽ ചർച്ച വരുന്നത്. അവരങ്ങനെ കാര്യമായിട്ടുള്ള ഒരു കൗണ്ടർ ഇതിന് കൊടുക്കാറില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളിലായിട്ടും കാര്യമായിട്ടുള്ള ഒരു കൗണ്ടർ കൊടുക്കാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. BS പറഞ്ഞതിനോട് യോജിച്ചിട്ടാണോ, അല്ലെങ്കിൽ BS അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അങ്ങനെ കാര്യമായിട്ടൊരു കൗണ്ടർ കൊടുക്കാറില്ല. ഞാൻ കാണാത്തതൊന്നും അറിയില്ല, കൗണ്ടർ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇയാളുടെ പ്രശ്നം. അപ്പോൾ ഇയാളുടെ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണ്. ഇയാളിപ്പോൾ ഈ ക്രിസ്ത്യൻസിനെതിരെ പറഞ്ഞു, ഇപ്പോൾ ഇപ്പോഴും സർക്കാർ ഇതുവരെ കേസ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ സംസാരിക്കുന്നത് വരെ കേസ് എടുത്തിട്ടില്ല. ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രിയില്ല, അല്ല ശനിയാഴ്ച രാത്രിയില്ല, ഇപ്പോൾ നാളെ ഞായറാഴ്ച, തിങ്കൾ, അപ്പോൾ ഏതെങ്കിലും ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ സംസാരിക്കുന്ന സമയം വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയില്ല. അപ്പോൾ ഇയാൾക്കെതിരെ കേസ് എടുത്തില്ലെങ്കിൽ ഇയാൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര കാലം ഇയാൾക്ക് പറയാൻ പറ്റും, എത്ര കാലം ഇയാളത് പറയും അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇപ്പം എന്ത് ചെയ്യും സർക്കാർ? സർക്കാർ ഏതുവരെ ഇയാളെ സംരക്ഷിക്കും? സർക്കാർ ഏതുവരെ ഇയാളെ കൊണ്ടുപോകും? സർക്കാർ എന്തിനാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ഒരു വിഭാഗത്തിന്റെ വോട്ടാണ് പ്രശ്നം. അത് ഇയാൾ വേണമെന്നില്ലല്ലോ. ഇയാൾ വിവരദോഷിയാണ്, വിവരം കെട്ടവനാണെന്ന് അയാളുടെ സമുദായത്തിന് വരെ അറിയാവുന്ന ഒരു കാര്യമാണ്. അയാളുണ്ടായിട്ടല്ലോ ആ സമുദായം ഇതുവരെ പാർട്ടിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഭയപ്പെട്ട് നമുക്ക് ആ വോട്ട് വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് വിജയിക്കണമെങ്കിൽ ഒരു കാര്യമില്ല. അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് അയാളെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വോട്ട് ആ സമുദായത്തിൽ നിന്ന് കുറയുന്നുള്ളതാണ് CPM മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇയാളെ കേസ് എടുത്തിട്ട് ശശികലൻ ഒതുക്കിയതുപോലെ, PC ഒതുക്കിയതുപോലെ ഇയാൾക്കും കേസ് കൊടുത്ത് ഇയാൾ ഒതുക്ക്, കേസ് എടുത്തിട്ട് ഇയാളെ ഒരു ഭാഗത്ത് കാക്ക്, ഒരു നോൺ വൈലബിൾ ഒഫൻസ് ആയിട്ട് കയറ്റി കൊടുക്കുക, അണ്ണാക്കിലേക്ക് ഓരോ ഭാഗത്തോണ്ട് ഒതുങ്ങിക്കോളും. പിന്നെ വരൂല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ലൊരു കൊട്ട് ഒട്ടി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് പോയിക്കും. പക്ഷെ അത് കൊട്ടൂലാന്ന് അയാൾക്കറിയാം. ആ ധൈര്യമാണ് അയാൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിപ്പോൾ എന്താ കുഴപ്പം, അതിന് ഞാൻ വീണ്ടും പറയും എന്ന് പറയുന്നൊരവസ്ഥ. നിങ്ങൾ ലാസ്റ്റ് എന്ത് പറയും? ഇയാൾക്ക് മാനസിക രോഗമെന്ന് പറയും. അപ്പോൾ അതാണല്ലോ സാധാരണ RSSന്റെ പതിവ്. അതാണ് അല്ലെ, തോക്കെടുത്ത് വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിലോ അവർക്ക് മാനസിക രോഗമെന്ന് പറയും. ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കൊണ്ടുവരും. അതേപോലെ ഇനിയിപ്പോൾ ഈ വെള്ളാപ്പള്ളിക്ക് ഭ്രാന്താന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റോട് സർക്കാർ വരുമോ? എനിക്കറിയില്ല.
അപ്പോൾ സർക്കാർ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെതിരാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ വളരെ മോശമായ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. RSS അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള വളം എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, ഒരുപാട് കാലം ഇനിയും റിപ്പീറ്റ് ചെയ്യും. ആക്ഷൻ എടുത്താലോ ഇതോടെ തീരും. ബുദ്ധിയുള്ള സർക്കാർ, ബുദ്ധിയുള്ള നേതാക്കന്മാർ ചെയ്യേണ്ടത് ഒരു ചെറിയ മരുന്ന് കൊടുത്തിട്ട് ഒരു ഭാഗത്ത് ഇരുത്തലാണ്. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത് ചെയ്തില്ലെങ്കിൽ സർക്കാർ ഇനിയും ഒരുപാട് പഴി കേൾക്കും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.